ഒരു 3 കാര്യം തങ്ങൾ അന്ന് പറഞ്ഞതും കാണുന്നതാണ് ഹദീസിലെല്ലാം ഉണ്ടിതും. നൽകേണ്ടതാ നീ ഏതൊരാൾക്കും പൊന്നെ, അവനോ തടഞ്ഞത് തന്നെയാണ് നിന്നെ. ചേർക്കേണ്ടതാണ് കുടുംബ ബന്ധം എന്നും, അവനോ തടഞ്ഞത് തന്നെയാണത് അന്നും. ചെയ്തുള്ളതാണ് തിന്മയും നിന്നോട്, ചെയ്യേണ്ടതാണ് നന്മയും അവനോട്. ഈ 3 ഖുലുഖും ഉണ്ട് എങ്കിൽ പിന്നെ ലഭിക്കുന്നതാ നിനക്കന്ന് സ്വർഗം പൊന്നെ. വിശാല ഹൃദയം വേണ്ടതാണിതിനൊക്കെയും, അല്ലാത്തവർക്ക് സാധ്യമല്ല തീരെയും. നിസ്വാർത്ഥനായി കഴിയുന്നതും ശരിയല്ല, ഉപകാരവും ചെയ്തിട് കൊല്ലും ലില്ല. നബിയല്ലയോ നമുക്കുള്ള മാതൃകയോർക്കണം, വൈരാഗ്യവും വിദ്വേഷവും നാം മാറ്റണം. മാതാപിതാക്കൾ മുസ്ലിമല്ലെന്നാലും ചേർക്കേണ്ടതാണ് ബന്ധമെങ്കിൽ പോലും. നിസാര പ്രശ്നം ഊതി അത് വലുതാക്കി, കുടുംബങ്ങളെ അത് താറുമാറിലുമാക്കി. വർഷങ്ങളാണിതുപോലെ നീണ്ട അകൽച്ചയിൽ കഴിയുന്നതായ കുടുംബമുണ്ട് കാഴ്ചയിൽ. അമ്മായി മരുമകളെപ്പോഴും പ്രശ്നത്തിലാ, ഒരു ചെറിയ സംഗതി കൊണ്ട് പൊട്ടിത്തെറിയില്ല. അതുപോലെ നാത്തൂൻ പോര് മറ്റു കുശുമ്പുകൾ, കാണുന്നതാണ് നമ്മളും ഈ വേരുകൾ. ഉമ്മാക്കെന്നും പവർ തന്നെ മാന്യരെ, ഒരു സംശയം വേണ്ടാത്ത നിധിയാലോകരെ. അവർക്കുള്ള കാലിൻ കീഴിലാണ് സ്വർഗവും എന്നുള്ള വിവരം തന്നതാ തിരുനാവും. ഇത് മുഴുവനും ചിന്തിച്ചു നീ പെരുമാറണം, എന്നാൽ നജാത്താണെന്നതും നീ ഓർക്കണം. അതുപോലെ തന്നെ ഉമ്മയും കരുതേണ്ടതാ, ഇത് എൻ്റെ മകൾ പോലെന്ന ചിന്തയും വേണ്ടതാ. ഈ രീതിയിൽ കഴിയുന്നു എന്നാൽ പിന്നെ ഹൃദയം സുറൂറിൽ തന്നെ എന്നും പൊന്നെ. അതുമാത്രമല്ല എന്നും പരിമളം വീശുന്നതാണ് എന്ത് നല്ലൊരു താവളം. സുഹൃത്തുക്കളെ അത് എത്തുമെന്ന പരിസരം, ശ്വസിക്കുന്നവർക്ക് ലഭിക്കലാ പരിഹാരം. വിപരീതമായി വന്നെങ്കിലോ ഗുലുമാല്, തീരാതെ നിലനിൽക്കും അതെന്തൊരു ഹാല്. അസുഖം അതാർക്കും എപ്പോഴും പിടികൂടാം, അതുപോലെ മൗത്തും സോദരാ വന്നിടാം. അതിരാവിലെ ആരോഗ്യവാനായി കണ്ടതാ, വൈകിട്ട് കേട്ടത് മൗത്ത് തന്നെന്നുള്ളതാ. ഇതുപോലെ സംഭവം എത്രയാ കേൾക്കുന്നതും, തെളിവെന്തിനാണ് കൂടുതൽ എഴുതുന്നതും. രോഗത്തിലായി കിടക്കുന്നു എന്നാൽ പിന്നെ സന്ദർശനം വേണ്ടുന്നതാണ് പൊന്നെ. പറഞ്ഞില്ല എന്നൊരു പരിഭവം പറയല്ലേ, അറിഞ്ഞാലുടൻ പോകേണ്ടതാ മറക്കല്ലേ. സാധിക്കുമെങ്കിൽ നീ സഹായം ചെയ്യണം, ഇല്ലാതെ വന്നാൽ പിന്നെ നല്ലത് പറയണം. നബിക്കും സഹാബത്താലിനും ദയ്യാനെ, സ്വലാത്തും സലാമും ചൊരിയണേ ഹന്നാനെ. അബുമിന്ന ജാഫർ ബാക്കവി മുക്കം ഇതാ, രചിച്ചിട്ട് പാടുകയാണ് പൊന്നെ ഹാക്കഥാ.